ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ്, നമ്മുടെ തേങ്ങ ചട്നി. പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തേങ്ങ ചട്നിയിൽ ചേർക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു ചട്നി നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അധികം ലൂസായിട്ടുള്ള ഗ്രേവിയുള്ള ചട്നിയല്ല, കുറച്ച് തിക്കായിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ ഈ ചട്നി ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ, ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തേങ്ങ ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തേങ്ങ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുക്കുന്നത്, അതായത് 1.25 കപ്പ് തേങ്ങ. അരമുറി എന്ന് പറയുമ്പോൾ 1.25 കപ്പാണ് മെഷറിംഗ് കപ്പിൽ എടുക്കുമ്പോൾ. പിന്നെ വേണ്ടത് 4-5 ഉള്ളി. ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 4-5 എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളിയാണെങ്കിൽ 2 ഉള്ളി മതി. 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടല. പൊട്ടുകടല ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10 കാഷ്യൂനട്ട് എടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഒരു 7-8 എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർത്തിട്ട് ഈ ചട്നി ഉണ്ടാക്കരുത്. നമ്മൾ വറ്റൽമുളക് ചേർത്ത് തന്നെ ഉണ്ടാക്കുക, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാര്യങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. അത് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ട് തന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, അരഞ്ഞ് കിട്ടില്ല. ആദ്യം നമ്മൾ എടുക്കുന്നത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടുകടലയും. ഇത് രണ്ടും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് ആദ്യം. നന്നായിട്ട് പൊടിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് അരച്ചെടുക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട്. ഇത് 2-3 സ്റ്റേജായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്, നല്ല കൊഴുപ്പുള്ള ചട്നിയാണിത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാഷ്യൂനട്ടും അതുപോലെ പൊട്ടുകടലയും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക്. ഞാനിപ്പോൾ 4 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. 2 എണ്ണം വറവിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര തേങ്ങ എടുക്കുന്നു അതനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. ഇനി ഈ വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. വറ്റൽമുളക് അരഞ്ഞു വരാൻ സമയം എടുക്കുക, അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകും ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ തേങ്ങ. നിങ്ങൾക്കിപ്പോൾ 1.25 കപ്പ് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കുക. ഈ ഒരു ചട്നിയിലേക്ക് നമ്മൾ ഇഞ്ചിയൊന്നും ചേർക്കില്ല കേട്ടോ. ഇത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന ചട്നിയല്ല, കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ചട്നിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കുക ആദ്യം, അതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അധികം വെള്ളം ചേർക്കാതെ കുറച്ച് തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഉപ്പൊക്കെ ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വറവിടാനുണ്ട്, ഉപ്പ് ചേർക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ്. ഇതിലേക്ക് കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കണം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, വളരെ കുറച്ച്. അപ്പോൾ ഇത് ഇഡ്ഡലിക്ക് ചട്നി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടുള്ള ചട്നി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഒരുപാട് ലൂസല്ല കേട്ടോ, കുറച്ച് ലൂസേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാര. ഇത് നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് കൂട്ടുള്ളൂ. എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാട്ടോ. എൻ്റെ തൊണ്ട ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര എല്ലാ ചട്നിയിലും നമ്മൾ ചേർക്കാറില്ല, ചില ചട്നികളിൽ ചേർക്കാറുണ്ട്. ചില ചട്നികളിൽ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോ ചട്നി എടുക്കുന്നതനുസരിച്ചിരിക്കും, നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിരിക്കും പഞ്ചസാരയാണോ ശർക്കരയാണോ ചേർക്കുന്നതെന്നുള്ളതൊക്കെ. ചില ചട്നികളിൽ ഇതൊന്നും ചേർക്കാറില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ ചെറുപയർ ദോശയുടെ കൂടെ ഉണ്ടാക്കിയ തേങ്ങാ ചട്നിയിൽ ഈ പഞ്ചസാരയും ശർക്കരയും ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ചേർക്കണം. നമുക്ക് വറവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ.
നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട്. ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങട്ടെ. ഉഴുന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, ഉഴുന്നിൻ്റെ കളർ നന്നായിട്ട് മാറി വന്നിട്ട് വേണം കറിവേപ്പില ചേർക്കാനായിട്ട്. ഒരുപാട് ഡാർക്ക് ബ്ലാക്ക് കളറായി പോരുത്, ഒന്ന് റെഡ് ഷെയ്ഡായി വരണം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് റെഡ് ഷെയ്ഡായി തുടങ്ങി. ഞാനിതിലേക്ക് കറിവേപ്പില ചേർക്കാണ്, അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാണ്. ഇനി നമുക്കിത് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കളർ ഒരുപാട് മാറിപ്പോരുത്. ഇനി നമുക്ക് നമ്മുടെ വറവ് ചട്നിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി വരണം നമ്മുടെ ചട്നിയുടെ, അതുപോലെ തന്നെ കടുകും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആയി വരണം. ഇനി നമുക്ക് ദോശയുടെയോ ഇഡലിയുടെയോ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേങ്ങ ചട്നിയുടെ പരിപാടി. അപ്പോൾ ഈ ഒരു തേങ്ങ ചട്നി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി അല്ലേ. നമ്മൾ ഇതുപോലെയുള്ള ചട്നി വീട്ടിൽ അധികം ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അറിവിൽ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ, കശുവണ്ടിയും പൊട്ടുകടലയും ഒരുമിച്ച് ചേർത്തിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിക്കൊക്കെ ഒരു ലൈക്കും കൂടി തരിക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.